സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ഗവർണർ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എല്ലാ സീമകളും ലംഘിച്ച് പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഒരു ഹൽവ കടയുടെ മുന്നിൽ ചെന്ന് ഹൽവ ചോദിച്ചെന്നാണ് പറയുന്നത്. ഹൽവ മുറിച്ചു കൊടുത്തപ്പോൾ ഗവർണർ എന്ത് നിലയാണ് സ്വീകരിച്ചത് സാർ? അദ്ദേഹം വാപിടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ വായിലോട്ട് ആ ഹൽവയും കൊണ്ട് തിരികെത്താ എന്ന് പറഞ്ഞിട്ട്. സാർ, ഏത് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിൻ്റെ ഗവർണർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ ഒരു സൂചകം നമുക്ക് നൽകാനുണ്ടോ സാർ? ഇപ്പോൾ പറയുകയാണ് തനിക്ക് വലിയ ഭീഷണിയാണ്, അതുകൊണ്ട് കേന്ദ്രസേന വേണം, കേന്ദ്രസേന ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഈ ഭീഷണിയെ നേരിടാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുകയാണ് സാർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ നീക്കം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരു കടയുടെ തിണ്ണയിൽ കയറി ഇരുന്നിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുകയാണ്. സബ്സേ ബാത് കരൂ, അദ്ദേഹത്തിൻ്റെ കരച്ചിലായിരുന്നു അത് സാർ. അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ കേട്ടപ്പോൾ ആഷിഖ് അബുവിൻ്റെ ഭീമൻ്റെ വഴി എന്നുള്ള സിനിമയാണ് സാർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലിനോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാർ, നാട്ടുകാരുടെ ആ സിനിമയിലെ ആ ഭാഗം അതാണ്. നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിട്ടുള്ള റോഡ് വികസനം മുടക്കാൻ ശ്രമിക്കുന്ന കൊസ്തപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവസാനം നാട്ടുകാർ കൊസ്തപ്പിൻ്റെ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഞ്ഞിക്കിടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ കൊസ്തപ്പ് പറയുകയാണ്, എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊസ്തപ്പ് ഈ പഞ്ഞിക്കിടുന്ന ആളുകളോട് സംസാരിക്കണം. എൻ്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ. ഡാഡിയെ പറ്റിയുള്ള സ്ഥിതി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് തളർവാദം പിടിച്ച് കിടക്കുകയാണ് ഡാഡി. ആ ഡാഡി അറിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നുള്ള മട്ടിലുള്ള കൊസ്തപ്പിൻ്റെ പ്രകടനമാണ് സർ നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടയാനും ക്രമസമാധാന പാലനം ഭംഗിയായിട്ട് നടത്താൻ സമ്മതിക്കാതിരിക്കാനും രണ്ട് കൊസ്തപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല തോതിൽ പ്രചരിക്കുന്നത് സർ. കേരളത്തിൻ്റെ ആദ്യത്തെ കൊസ്തപ്പ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചു സാർ. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്ന് നമ്മുടെ യുവാക്കളൊക്കെ പറയുന്നുണ്ട് സാർ. ആ സിനിമയിലെ കൊസ്തപ്പ് പറയുന്ന പോലെയാണ്, ഏത് വികസന പ്രവർത്തനം നടന്നാലും അതൊന്നും ഞാനിവിടെ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല സാർ. ഒരു വികസന പ്രവർത്തനവും നടത്താനായിട്ട് താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നേരെ അദ്ദേഹം ചാടി വീഴുകയാണ് സാർ. ഒന്നോ രണ്ടോ പദ്ധതികളല്ല അദ്ദേഹം മുടക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2.5 വർഷക്കാലത്തുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും മുടക്കുന്നതിനു വേണ്ടി രംഗത്ത് നിൽക്കുന്ന ഒരാളായിട്ട് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയാണ്.